ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളെയും മറ്റു കുട്ടികൾക്കൊപ്പം ചേർത്ത് പഠിപ്പിക്കുകയാണ് കാസർഗോഡ് അടൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. സമഗ്ര ശിക്ഷ കേരളയുടെ സഹായത്തോടെ ഭിന്നശേഷി സൗഹൃദ വിദ്യാഭ്യാസത്തിൽ മാതൃക സൃഷ്ടിക്കുകയാണ് ഈ വിദ്യാലയം. കാഴ്ച പരിമിതരും മാനസിക വെല്ലുവിളി നേരിടുന്നവരുമായ കുട്ടികൾക്കു വേണ്ടി സൂചനാ ബോർഡുകൾ സ്ഥാപിച്ചുകൊണ്ടാണ് തുടക്കം. കാഴ്ചാപരിമിതരായ വിദ്യാർത്ഥികൾക്ക് വായിക്കാനായി ബ്രെയിൽ ലിപിയിലും മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്കായി ചിത്രങ്ങളിലുമാണ് സൂചനാ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. ശൗചാലയത്തിന്റെ പുറത്ത് ടോയ്ലറ്റ് എന്ന് ഇംഗ്ലീഷിൽ വലിയ അക്ഷരത്തിൽ എഴുതിയിരിക്കുന്നതിന് പുറമെ ബ്രെയിൽ ലിപിയിലും എഴുതിയിട്ടുണ്ട്. കൂടാതെ ആൺ പെൺ ചിത്രങ്ങൾ ബോർഡിൽ പതിക്കുകയും ചെയ്തു. ഇങ്ങനെ ഭിന്നശേഷി സൗഹൃദമാണ് സ്കൂളിലെ എല്ലാ സൂചനാ ബോർഡുകളും. സ്കൂൾ എച്ച്.എം. മഞ്ജുളയാണ് സംരംഭത്തിന് തുടക്കം കുറിച്ചത്. അപ്പോൾ നമ്മുടെ സ്കൂളിൽ ഇപ്പോൾ കാഴ്ചപരിമിതി ഉള്ള കുട്ടികളില്ലെങ്കിലും മറ്റ് വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികൾ ബാക്കി നോർമൽ കുട്ടികളൊന്നിച്ച് പഠിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ബോർഡ് സ്ഥാപിച്ചത്. ഏകദേശം 12 ബോർഡുകളാണ് ഇവിടെ സ്ഥാപിച്ചത്. അപ്പോൾ അതിൽ സാധാരണ കുട്ടികൾ നോക്കുമ്പോൾ അത് വായിച്ചെടുക്കാനുള്ള രീതിയിൽ ഇംഗ്ലീഷ് അക്ഷരത്തിലും അതുപോലെ പരിമിതിയുള്ള കുട്ടികൾക്ക് അവരുടെ ബ്രെയിൽ ലിപിയിലാണ് എഴുതിയിട്ടുള്ളത്. മറ്റേത് ചിത്രം നോക്കി തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ചിത്രം കൂടി ഈ ബോർഡിൽ ഉണ്ട്. പാലക്കാട് സ്വദേശി അജയൻ കാട്ടുകുളം, അഴീക്കോട് സ്വദേശി അജയൻ എന്നിവരാണ് സാങ്കേതിക സഹായം നൽകിയത്. പിന്നാക്ക മേഖലയിലെ സ്കൂളായതിനാൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ സംരക്ഷിത സ്കൂളാക്കി മാറ്റുന്നത് പരിഗണനയിലാണ്. ഇതിനിടയിലാണ് പുതിയ മാറ്റങ്ങൾ. ന്യൂസ് മലയാളം, കാസർഗോഡ്.